ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ഗൃഹശ്രീ പദ്ധതി പ്രകാരം വീട് 4000 ആളുകൾക്ക് അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഹൈക്കോടതിയിലെ കേസ് നടത്തി വിജയിച്ചതിൻ്റെ പേപ്പറാണ് ഇതിൽ കാണുന്നത്. ഇതിൽ അന്ന് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ഉമ്മൻചാണ്ടി സർക്കാരും KM മാണി സർക്കാരും കൊണ്ടുവന്ന പദ്ധതിയാണ് ഗൃഹശ്രീ പ്രൊജക്റ്റ്. അന്ന് UDFൻ്റെ KM മാണി UDFിലായിരുന്നു. അപ്പോൾ കേരള സർക്കാരിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ ഉത്തരവ് പ്രകാരം ഏകദേശം 4000 ആളുകൾക്ക് വീട് ഉണ്ടായിരുന്നു എന്നാണ് 14 ജില്ലകളിലുമായിട്ട് പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവ 4056 വീട് നൽകാനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2017, 18, 19 കേസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി. ആ വിധിയുടെ ജഡ്ജ്മെൻറ്റ് കോപ്പിയാണ് ഇതിലുള്ളത്. അന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയിൽ 4056 ആളുകൾക്ക് വീട് കൊടുക്കണം ഉണ്ടായിരുന്നു എന്നാണ് സർക്കാർ പറഞ്ഞത്. അന്ന് 2011 മുതൽ 2015 വരെ 2000 ആളുകൾക്ക് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് ഗൃഹശ്രീ പദ്ധതി പ്രകാരം 2 ലക്ഷം അങ്ങോട്ട് അടയ്ക്കുമ്പോൾ 4 ലക്ഷമായി മടക്കിത്തരുന്ന ഗൃഹശ്രീ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിൽ 50,000 രൂപയും ഇപ്പോൾ 2 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ 5.5 ലക്ഷമാണ്. ഇത് ഹൈക്കോടതിയിൽ പോയി 14 ജില്ലയ്ക്കും വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശങ്കരനാരായണൻ എന്ന ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ പോയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 4000 ആൾക്കാർ കണക്കാക്കുമ്പോൾ മാത്രം കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയും അന്ന് കൊറോണ സമയത്ത് ഇവിടുന്ന് തിരുവനന്തപുരം പോകാൻ പറ്റാതെ ഹിയറിംഗ് നടത്തി അവർ ഹൈക്കോടതി എന്താ പറഞ്ഞാൽ ഈ അപേക്ഷ കൊടുത്തവർക്ക് അവരുടെ അപേക്ഷ പരിഗണിച്ച് അവരെയും കൂടി കേട്ടിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും തിരുവനന്തപുരം പോകാൻ പറ്റാതെ കൊറോണ കാലത്ത് ഗൃഹശ്രീ സെക്രട്ടറിയുമായിട്ട് സംഭാഷണം നടത്തി വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ടാണ് ഇത്രയും വീടുകൾ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ TV ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്, കൈച്ചിഹ്നത്തിലല്ല. കൈച്ചിഹ്നത്തിൽ തരികയാണെങ്കിൽ കൈച്ചിഹ്നത്തിൽ മത്സരിക്കും. 4000 ആളുകൾക്ക് വീട് കൊടുക്കുകയും 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുകയും 5 ദിവസം ജയിലിൽ പിടിച്ചുവിടുകയും കൊറോണ കാലത്ത് 500 ആൾക്ക് TV, മൊബൈൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ജനങ്ങൾക്ക് എല്ലാവർക്കും ഗുണമായിട്ടുള്ള പദ്ധതികളാണ് ചെയ്തിരിക്കുന്നത്. ഈ 2026 MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നെല്ലിയാമ്പതി വെള്ളം പോത്തുണ്ടി ഡാമിലേക്ക് ഇറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ഹൈക്കോടതിയിൽ കേസ് നടത്തുകയാണ്. ഇതുവരെയുള്ള 2000 മുതലുള്ള ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 2 പ്രാവശ്യം കൈച്ചിഹ്നത്തിൽ ജയിക്കുകയും ഒരിക്കൽ TV ചിഹ്നത്തിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് 5.5 ഏക്കർ കൃഷിയൊക്കെ വിറ്റ് ജനങ്ങൾക്ക് വേണ്ട നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. കൊറോണ കാലത്ത് TV, മൊബൈൽ കൊടുത്തു 500 ആൾക്ക്. അത് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു പദ്ധതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 500 ആൾക്ക് TV, മൊബൈൽ. കുട്ടികൾക്ക് പഠനത്തിന് കൊറോണ കാലത്ത് ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ 55 ലക്ഷത്തിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. പഞ്ചായത്ത് മെമ്പർ അല്ലാത്ത സമയത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ TV ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കൈച്ചിഹ്നം തരികയാണെങ്കിൽ കൈച്ചിഹ്നത്തിൽ മത്സരിക്കും. MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് പരിപൂർണമായി എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കും എന്നും പറഞ്ഞുകൊണ്ടും ഈ കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, ആശുപത്രി, നെന്മാറ ആശുപത്രി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി മോർച്ചറി അടച്ചു കിടക്കുകയാണ്. അത്യാവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല. 25 വർഷം മുമ്പാണ് ഇവിടെ പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ,
ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നത്. അതും കൊണ്ടുവരുന്നതിനുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലെ വെള്ളം പോത്തുണ്ടി ഇറക്കുകയും 10 പഞ്ചായത്തുകൾ വെള്ളം കൊണ്ടുപോവുകയും ചുള്ളിയാർ, മീങ്കര എന്നീ ഡാമുകൾ, കൊല്ലങ്കോട് ആശുപത്രി എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടിയും സ്വീകരിക്കുമെന്നും നിങ്ങളെല്ലാവരും നമ്മൾക്ക് TV ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ചാനൽ കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത്, യൂട്യൂബ് ചാനലാണ് വോയിസ് ഓഫ് ശങ്കരനാരായണൻ. ഫേസ്ബുക്കുണ്ട്, യൂട്യൂബുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. എല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.